വെൽക്കം ടു അംലൂസ് കിച്ചൺ. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ഉണക്കച്ചെമ്മീനും മാങ്ങായും കൂടി ഇട്ടിട്ടുള്ള ഒരു അച്ചാറാണ്. അതിന് വേണ്ടിയിട്ട് മാങ്ങ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതൊരു 3 മാങ്ങയുണ്ട്. ഇതിൻ്റെ തോട് കളഞ്ഞിട്ടില്ല, കട്ടി കുറവാണ്, അതുകൊണ്ടാണ് കളയാത്തത്. കട്ടി കൂടിയ തോടുള്ള മാങ്ങ ആണെന്നുണ്ടെങ്കിൽ തോട് കളഞ്ഞിട്ട് വേണം എടുക്കാൻ. ഇതിന് കുറച്ച് ഉപ്പ് ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് 1 മണിക്കൂറെങ്കിലും ഇത് മാറ്റി വയ്ക്കണം. അപ്പോൾ ഈ മാങ്ങയിൽ നല്ലതുപോലെ ഉപ്പൊക്കെ പിടിച്ച് കിട്ടും. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് മാറ്റി വയ്ക്കുക. ഇത് ഒന്ന് അടച്ചു വെച്ചിട്ട് 1 മണിക്കൂർ കഴിഞ്ഞിട്ട് എടുക്കാം. അപ്പോൾ ഇത് 1 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. മാങ്ങയിൽ ഉപ്പ് നല്ലപോലെ പിടിച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു ചെറിയ പീസ് ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്, വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില, പിന്നെ ഉണക്കച്ചെമ്മീൻ എടുത്തിട്ടുണ്ട്. നല്ലതുപോലെ വൃത്തിയാക്കിയിട്ട് ക്ലീൻ ചെയ്തെടുത്ത ഉണക്കച്ചെമ്മീനാണ്. ആദ്യം ഈ ചെമ്മീനൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. എണ്ണയൊന്നും ഒഴിക്കാതെ തന്നെ ഡ്രൈ റോസ്റ്റ് ചെയ്തെടുത്താൽ മതി. ചെറിയ തീയിലിട്ടിട്ട് റോസ്റ്റ് ചെയ്തെടുത്താൽ മതി. ഇത് കളറൊക്കെ മാറി നല്ലപോലെ റോസ്റ്റായി വന്നിട്ടുണ്ട്. ഇനി ഇത് മാറ്റി വയ്ക്കാം. പാത്രം ചൂടാവുമ്പോൾ അതിലേക്ക് എള്ളെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഉപയോഗിച്ചാലും മതി. എള്ളെണ്ണ ആകുമ്പോൾ കുറച്ചും കൂടി ടേസ്റ്റ് ഉണ്ടാവും. ഇതിലേക്ക് ഇനി കടുകും ഉലുവയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകും കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. വെളുത്തുള്ളി ചെറുതായിട്ടാണ് ഞാൻ അരിഞ്ഞ് ചേർക്കാത്തത്. വലിയ വെളുത്തുള്ളി ആണെന്നുണ്ടെങ്കിൽ ചെറുതാക്കിയിട്ട് ഇട്ട് കൊടുത്താൽ മതി. ഇതൊന്ന് വഴറ്റിയെടുക്കാം. ഇത് വഴന്ന് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഞാൻ കാശ്മീരി റെഡ് ചില്ലി പൗഡറാണ് ചേർത്തിരിക്കുന്നത്. 1/2 ടീസ്പൂൺ കായപ്പൊടി, 1/2 ടീസ്പൂൺ ഉലുവ പൊടിച്ചത്. എന്നിട്ട് ഇത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഇതിൻ്റെ പച്ചമണമൊക്കെ മാറുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഒന്ന് മൂപ്പിച്ചെടുക്കണം. എണ്ണയിലിട്ട് ചെറിയ തീയിലിട്ടിട്ട് വേണം. അപ്പോൾ നല്ലപോലെ മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് വിനാഗിരി ചേർത്ത് കൊടുക്കാം. 1/4 കപ്പ് വിനാഗിരി ചേർത്ത് കൊടുത്താൽ മതി. ഇതിലേക്ക് നല്ല തിളച്ച വെള്ളം ചേർത്ത് കൊടുക്കാം. ഗ്രേവി എത്രയാണ് വേണ്ടതെന്ന് വെച്ചാൽ അതനുസരിച്ചിട്ട് വെള്ളം ചേർത്ത് കൊടുത്താൽ മതി. തിളച്ച വെള്ളം തന്നെ ചേർത്ത് കൊടുക്കണം. ഗ്രേവി ഒന്ന് തിളച്ച് വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. ആവശ്യത്തിന് ഉപ്പ് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഈ മാങ്ങ ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ ഒപ്പം തന്നെ ഉണക്ക ചെമ്മീനും വറുത്ത് വെച്ചിരിക്കുന്നത് ചേർത്ത് കൊടുക്കാം. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ ഇനിയും കുറച്ചുകൂടി തിളച്ച വെള്ളം ചേർത്താൽ മതി. ഇതൊരു 3-4 മിനിറ്റ് ഇതിലിട്ടിട്ട് വേവിച്ചെടുക്കണം. ഞാൻ ഒരു 1/2 ടീസ്പൂൺ പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് റെഡി ആയിട്ടുണ്ട്. ടേസ്റ്റി ആയിട്ടുള്ള ഉണക്കച്ചെമ്മീൻ മാങ്ങ അച്ചാർ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കമൻസ് ഒക്കെ അറിയിക്കുക. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു.